7 മാസം ഗർഭിണിയായിരിക്കുന്ന പെണ്ണിനോട് പറയാം മോളിൽ ഷർക്കേസ് കയറി വിറകെടുത്തുകൊണ്ട് വന്ന് വെള്ളം തിളപ്പിക്കാൻ. ഇവള് ഗ്യാസേ കത്തിച്ചപ്പം അമ്മയും നാത്തുവിനോട് ബഹളമായി, അമ്മയും മകളും കൂടെ ഇവിടെ വിറക് കത്തിക്കണമെന്നതാണ്. അപ്പോൾ ഇവള് പറഞ്ഞു അമ്മയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുവാണെങ്കിൽ ഞാൻ കത്തിക്കാം, നീ അമ്മയോട് നറുതല പറയുകയോട് എന്ന് ചോദിച്ചു ഇവൻ കൊണ്ടുപോയി ഒരു ഇടി കൊടുത്തു. അഡ്വക്കേറ്റ് ജിസ്മോൾ കോട്ടയം ഏറ്റുമാനൂര് 2 കുഞ്ഞു കുട്ടികളുമായി ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്ത അഡ്വക്കേറ്റ് ജിസ്മോളുടെ മരണവുമായി ബന്ധപ്പെട്ട് മെയിൻ സ്ട്രീം ചാനലുകളിൽ വാർത്തകൾ വന്നിരുന്ന സമയം സോഷ്യൽ മീഡിയയിൽ ആദ്യമായി ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തി ഞാനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്ലിയർ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വരുമ്പോൾ നിങ്ങളെ അറിയിക്കുക എന്നുള്ളൊരു ബാധ്യത കൂടെ എനിക്കുണ്ട്. ഈ ജിസ്മോളുടെ ഭർത്താവും അതുപോലെ തന്നെ അമ്മായിയച്ഛനും പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇവരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് സ്ഥിരമായി അപ്ഡേറ്റുകൾ നിങ്ങളെ അറിയിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഈ ഒരു ജിസ്മോളുടെ ഭർത്താവും അതേപോലെ അമ്മായിയച്ഛനും അറസ്റ്റ് ആയതിനു ശേഷം പിന്നെ ഞാൻ വീഡിയോകൾ ചെയ്യാൻ പോയില്ല. ജിസ്മോളുടെ അമ്മായിയമ്മ കൂടെ അറസ്റ്റിലാവണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പിന്നെ അവർക്ക് ക്യാൻസർ ആണ്, ഒരു രോഗത്തിന് അടിമയാണ്. അതുകൊണ്ട് തന്നെ ഓക്കെ വേണ്ട പോട്ടെ, ഇല്ലെങ്കിൽ ഞാൻ ആ വിഷയം സംസാരിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടേരെ, എന്തുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം ചോദിച്ച്. അവരങ്ങനെ ഒരു അസുഖത്തിന് അടിമയായതുകൊണ്ട് തന്നെ വേണ്ട മിണ്ടണ്ടായെന്ന് വിചാരിച്ച് മാറിപ്പോയൊരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം നിങ്ങൾ ആരും അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ആ ഒരു വീട്ടിൽ ജിസ്മോളുടെ ഭർത്താവിന്റെ വീട്ടിൽ അവരനുഭവിച്ചിരുന്ന ക്രൂരതകൾ അത് വളരെ വളരെ ഒരു സ്ത്രീയും അനുഭവിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ക്രൂരതകളായിരുന്നു. അതിലെ കുറെ കാര്യങ്ങൾ ഞാൻ ഇന്നാണ് അറിയാനിടയായത്. ജിസ്മോളുടെ അച്ഛൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ കേട്ടു. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പോലും ഈ അമ്മായിയമ്മ, ജിസ്മോളുടെ അമ്മായിയമ്മ വളരെ ക്രൂരമായിട്ട് ആ ഒരു സ്ത്രീയെ പീഡിപ്പിക്കുമായിരുന്നു. നിങ്ങൾ എത്ര പേര് അത് അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതോടൊപ്പം തന്നെ ജിസ്മോളുടെ നാട്ടിൽ ഇപ്പോൾ ഈ നമ്മളെ ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിക്കുമല്ലോ, അങ്ങനെ രൂപീകരിച്ച് ഇവരുടെ മരണത്തിന് നീതി കിട്ടണമെന്ന് മുന്നോട്ട് വന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങളെ അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. എന്താണെങ്കിലും ജിസ്മോളുടെ അച്ഛൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളിത് വളരെ ഒരു കഴിഞ്ഞ ദിവസം ഒരു ചാനലിന്, ഓൺലൈൻ ചാനലിന് കൊടുത്തൊരു ഇന്റർവ്യൂ ആണ്. ഒരുപാട് വലിയൊരു ഇന്റർവ്യൂ ആണ്. ഞാൻ അതിനകത്തെ പ്രധാനപ്പെട്ട പോർഷൻസ് നിങ്ങളെ വളരെ അത്യാവശ്യമായിട്ട് കേൾപ്പിക്കണമെന്ന് എനിക്ക് തോന്നിയ കുറച്ച് പോർഷൻസ് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേൾക്കുക ഇത്. എന്നിട്ട് ഞാൻ ബാക്കി പറയാം ക്യാൻസർ ബാധിച്ച് വീട്ടിലിരിക്കുന്ന ആ അമ്മയെ പറ്റി. ആദ്യത്തെ ദിവസം തന്നെ അടിയുണ്ടായി. ഞാനും എൻ്റെ ഇളയ മകനോട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവനോട് പറഞ്ഞു ഞാനൊരു അടി കൊടുത്തടാ. കാരണം എന്ന് വെച്ചാൽ അമ്മയോട് ഇവള് തർക്കുത്തരം പറഞ്ഞു. എന്നാ തർക്കുത്തരം? 7 മാസം ഗർഭിണിയായിരിക്കുന്ന പെണ്ണിനോട് പറയാം മോളിൽ ഷർക്കേസ് കയറി വിറകെടുത്തുകൊണ്ട് വന്ന് വെള്ളം തിളപ്പിക്കാൻ. ഇവള് ഗ്യാസേ കത്തിച്ചപ്പം അമ്മയും നാത്തുവിനോട് ബഹളമായി, അമ്മയും മകളും കൂടെ ഇവിടെ വിറക് കത്തിക്കണമെന്നതാണ്. അപ്പോൾ ഇവള് പറഞ്ഞു അമ്മയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുവാണെങ്കിൽ ഞാൻ കത്തിക്കാം, നീ അമ്മയോട് നറുതല പറയുകയോട് എന്ന് ചോദിച്ചു ഇവൻ കൊണ്ടുപോയി ഒരു ഇടി കൊടുത്തു. അകത്ത് ഗർഭിണിയല്ലേ. ഈ ഇടി കൊടുത്തു എന്ന് ഈ അച്ഛൻ പറയുന്നത് ആരെ പറ്റിയാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ആ പുന്നാരമോൻ സുന്ദരൻ ജിമ്മി പന്നം അവനാണ് തല്ലിയത് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ജിസ്മോളെ. എന്തിനു തല്ലി? അമ്മായിയമ്മ പറഞ്ഞത് കേട്ടില്ല. എന്തോ അമ്മായിയമ്മ പറഞ്ഞത്? വീടിന്റെ മണ്ടയ്ക്ക് കയറി വിറകാക്കി എടുത്തോണ്ട് വേണം. 7 മാസമായിട്ടിരിക്കുന്ന സ്ത്രീയോട് പറയുക പോയി വിറകാക്കി എടുത്തോണ്ട് വന്ന് നീ കത്തിക്കാൻ. സത്യം പറഞ്ഞാൽ ആ സ്ത്രീക്കെതിരെ അങ്ങേ അറ്റത്തെ ഈ നാട്ടിലെ നിയമത്തിന് എന്തെങ്കിലും ഒരു ശിക്ഷ അവർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങേ അറ്റത്തെ ശിക്ഷ തന്നെ ആ സ്ത്രീക്ക് കൊടുക്കണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരു സ്ത്രീയെയാണ് അവർ ഉപദ്രവിച്ചത്. ആ ഉപദ്രവിക്കാൻ കൂട്ടുനിന്നത് അവരുടെ സുന്ദരനായ പുന്നാര മോൻ ജിമ്മി. എന്നിട്ട് അകത്ത് കിടക്കുന്നത് ജിമ്മിയുടെ തന്തേ. ആ തള്ള സത്യം പറഞ്ഞ ഞാൻ വീണ്ടും പറയുന്നു, അവരുടെ അസുഖം അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ എന്നാലും ഗർഭിണിയായ ഒരു സ്ത്രീയോട് ഇങ്ങനെയൊക്കെ കാണിച്ച പെണ്ണുമ്പിള്ള അവരെ പുറത്തിടേണ്ട കാര്യമില്ല. അവരകത്ത് കിടന്ന് അനുഭവിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എത്ര പേര് എന്നോട് യോജിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ഒരു നിമിഷം നിങ്ങൾ എല്ലാവരും ആ ഒരു സ്ത്രീയുടെ രോഗത്തെയും അവർക്ക് പ്രായമായത് ഇതെല്ലാം പറഞ്ഞ് അവരെ ന്യായീകരിക്കാൻ വരുന്നതിന് മുമ്പ് ഒരു നിമിഷം ആലോചിക്കുക. നമ്മുടെ വീട്ടിലെ നമ്മുടെ പെങ്ങള് അവൾ ഗർഭിണിയായിട്ടിരിക്കുമ്പോഴത്തേക്ക് അവരുടെ അമ്മായിയമ്മയാണ് ഈ വൃത്തികേടുകളെല്ലാം അവരോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ? ആ പെണ്ണുമ്പിള്ള എത്ര വലിയ രോഗത്തിന് അടിമയാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം, അവരനുഭവിക്കണം എന്ന് തന്നെയല്ലേ നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുള്ളൂ. ഞാനതാണ് ആഗ്രഹിക്കുന്നത്. ഇവരെന്നിട്ട് പുറത്തിപ്പം വിലസി നടപ്പുണ്ട്. കണ്ടല്ലോ ജിസ്മോളുടെ മരണത്തിന്റെ അന്ന് അവരുടെ ശവശരീരം പിള്ളേരുടെയൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അലമുറയിട്ട് കരയുക പെണ്ണുമ്പിള്ള നാട്ടുകാരെ കാണിക്കാൻ. എനിക്ക് അങ്ങനെ തന്നെയാണ് അവരെ വിളിക്കാൻ തോന്നുന്നത്. ഒരു രീതിയിലുള്ള ഒരു സഹതാപവും ആ സ്ത്രീയോട് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? താഴെ കമന്റ് ബോക്സ് ഉണ്ട്, പറ നിങ്ങൾ. ഞാൻ ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾ പറ. ബാക്കി ഇനി ഈ ഒരു ജിസ്മോളുടെ അച്ഛൻ പറയുന്നത് നിങ്ങളൊന്ന് കേക്ക്. എന്നെ വിളിച്ചു. ഞാൻ പാലായിൽ ഒരു ടയർ കടയാണ്,
അത് അടച്ചേച്ച് ഞാനും കൊച്ചും കൂടെ അവിടെ ചെന്നു കൂട്ടിക്കൊണ്ട് പോരാൻ. അന്നേരം അവൾ പോരിയല്ല. അപ്പോൾ അത് സാരമില്ല, അപ്പോൾ ഇവരെല്ലാവരും എന്നെ കാലേ കയ്യെ പിടിക്കുക, കൊണ്ടുപോകരുത്, അങ്ങനെ ചെറിയ പ്രശ്നം. അപ്പം ഞാനും നോക്കുമ്പം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അല്ലേ എന്നോർത്തായിരുന്നു ഞാൻ. ഇതാണോ പ്രിയപ്പെട്ട ജിസ്മോളുടെ അച്ഛ ചെറിയ കാര്യം? താങ്കൾക്ക് ഇത് ചെറിയ കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? താങ്കളുടെ മകൾ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് അവളെ ഉപദ്രവിക്കുന്നതൊക്കെ താങ്കൾക്ക് ചെറിയൊരു കാര്യമായിട്ടാണോ തോന്നുന്നത്? ആ പരനാർ ഇടിച്ചു എന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? എന്തിനിടിച്ചു? അവന്റെ അമ്മ മേളിൽ കയറി. ക്രൂര പീഡനമല്ലേ അതൊക്കെ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് അവളെ മേളിൽ കയറ്റി വിറകെടുത്ത് വിറകി കത്തിയാലേ അവരുടെ മറ്റവിടത്ത് ചൂട് കയറത്തുള്ളൂ. അല്ല, അങ്ങനെ വേണം പറയാനായിട്ട്. പറഞ്ഞതിനകത്ത് എനിക്കൊരു തെറ്റും തോന്നുന്നില്ല. ഗ്യാസിൽ ആ സ്ത്രീയെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിന് പകരം വിറകെടുത്തോണ്ട് വന്ന് വിറകടുപ്പിൽ തന്നെ വെള്ളം ചൂടാക്കി കുടിച്ചാലേ അമ്മച്ചിക്ക് ഇറങ്ങത്തുള്ളൂ. അമ്മച്ചി മാത്രമല്ല, അമ്മച്ചിയുടെ മോളും ഉണ്ട് അതിനകത്ത്. അവളെന്നിട്ട് നൈസായിട്ട് എസ്കേപ്പ് ആയി UK പോയി ഉണ്ടായിരിക്കും. എടി, നീ എവിടെയാണെങ്കിലും നീ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നീയൊക്കെ അനുഭവിക്കൂ. ആ ഒരു ജിസ്മോളോട് നീ നിന്റെ തള്ളയും കൂടെ ഒക്കെ ചെയ്ത് കാണിച്ചതിനുണ്ടല്ലോ, അനുഭവിക്കാതെ പോയില്ല നീയൊക്കെ. കാരണം നീയും കൂട്ടുനിന്നു എന്ന അച്ഛൻ പറയുന്നുണ്ട്. വളരെ വലിയൊരു തെറ്റാണ് പുന്നാരമോളെ നീയൊക്കെ ചെയ്തിട്ട് ഇവിടുന്ന് ഓടിപ്പോയിരിക്കുന്ന UK. ഇവിടെയൊക്കെ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ പോലീസ് ഇടപെട്ടേക്ക് കൊണ്ടുവരണം. അവളും കൂടെ ചേർന്നാണ് ആ ഒരു പീഡനമൊക്കെ നടത്തിയിരുന്നത്. എന്നിട്ട് അകത്ത് കിടക്കുന്നത്. ബാക്കിയും കൂടെ നിങ്ങളൊന്ന് കേക്ക്. പിന്നെ ഈ പ്രിയപ്പെട്ട അച്ഛനോട്, അച്ഛാ, അന്ന് തന്നെ നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ട് വരുമായിരുന്നു. അത് ചെറിയൊരു കാര്യമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയണ്ടായിരുന്നു. അന്നേ കൂട്ടിക്കൊണ്ട് വന്നായിരുന്നെങ്കിൽ നിങ്ങളുടെ മോള് നിങ്ങളുടെ ജീവനോട് ഇരുന്നേനെ. ആ മോള് പറയും ഞാൻ വരുന്നില്ല എന്ന്. അവൾക്ക് എങ്ങനെയെങ്കിലും ആ കുടുംബജീവിതം മുന്നോട്ട് പോകണം, നാട്ടുകാരുടെ ഫ്രണ്ടിൽ നാണം കിടണ്ട എന്നുള്ളൊരു ഇതിൽ അവൾ പറയും. പക്ഷെ നിങ്ങളുടെ മോളായിരുന്നു, നിങ്ങൾക്ക് നിർബന്ധിച്ചാണെങ്കിലും വീട്ടിൽ കൊണ്ടുവരായിരുന്നു. ഇപ്പൊ ഒരുപാട് സ്ത്രീകൾ പറയും ഒരു ജീവിതമല്ലേ, അവിടെ എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് നിൽക്കണം എന്നൊക്കെ പറയും. അതൊക്കെ പണ്ടത്തെ കാലത്ത്. ഇപ്പോൾ ഉള്ളവന്മാരതാ ഇതുപോലുള്ളവന്മാരാ. കണ്ടില്ലേ? ഒന്ന് ആലോചിക്കുക എല്ലാവരും. നമ്മുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഒരു കാരണവശാലും നാട്ടുകാരെന്ത് പറയുമെന്ന് നോക്കിയിട്ട് കഷ്ടപ്പെട്ടവരെ ജീവിപ്പിക്കാൻ നിൽക്കണ്ട. അവരുടെ കുടുംബജീവിതത്തിൽ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരിക. ഒരു ചെറിയ ജോലി ഉണ്ടെങ്കിൽ സുഖമായിട്ട് ആർക്കാണെങ്കിലും ജീവിക്കാൻ പറ്റും. ഒരു പട്ടിയുടെ കാല് പിടിച്ച് കിടക്കേണ്ട കാര്യമില്ല. അതോടൊപ്പം തന്നെ ഈ ഒരു വീട്ടുകാർ ജിസ്മോൾ, നമ്മുടെ ജിമ്മിയും ചിമ്മിയുടെ വീട്ടുകാരും കാല് പിടിച്ചു ഈ അച്ഛൻ അങ്ങോട്ട് ചെന്ന് കൊണ്ടുവരാൻ പോയപ്പോഴെന്ന് പറയുന്നുണ്ട്. പരനാറികൾ അങ്ങനെ പലതും ചെയ്യും, പല അടവുകളും. അങ്ങനെ അടവുകൾ കാണിച്ചായിരിക്കാം ആ പെൺകുച്ചിനെ അവിടെ പിടിച്ച് നിർത്തിയത്, ലാസ്റ്റ് കൊലയ്ക്കും കൊടുത്തത്. ബാക്കി കാണാം. ഈ കുഞ്ഞുങ്ങൾ ഉണ്ടായതിനു ശേഷം ജിമ്മിക്ക് എന്തെങ്കിലും കുഞ്ഞുങ്ങളോട് എങ്ങനെയായിരുന്നു ആ വീട്ടുകാർക്കും ജിമ്മിക്കായാലും? ഇപ്പം ഞാൻ പറയുന്നതല്ല, എൻ്റെ അവിടെ ഒരു കൂട്ടുകാരി കഴിഞ്ഞ ദിവസം വന്നായിരുന്നു. ഇവിടെ വന്ന് തിരുവനന്തപുരത്തുള്ള ഒരു ഡോക്ടറായിരുന്നു. അവൾ വന്നപ്പം അവളോട് ഇവള് ചോദിച്ചായിരുന്നു പറഞ്ഞു, രണ്ടാമത്തെ കുഞ്ഞിനെയാണോ മൂത്ത കുഞ്ഞിനെയാണോ ഇഷ്ടം? അവൾ പറഞ്ഞ രണ്ടാമത്തെ കുഞ്ഞിനെ അതല്ല എനിക്ക് കണ്ട. അന്നേരം പറഞ്ഞു ആ ചേച്ചിക്ക് കൊണ്ടോ വിവേചനം, വീട്ടിൽ ഇതാണ്, മൂത്ത കൊച്ച് കറുത്തതാണെന്നും പറഞ്ഞുകൊണ്ട് അത് ആ മൂത്ത കൊച്ചുണ്ടായപ്പോൾ ആ അമ്മ പറയുന്നതാണ്, പാലായിൽ ഓക്സിജൻ കുറവായിട്ടാണ് കൊച്ച് കറുത്തു പോയത് എന്ന് അവൾ പറയുന്നു. അവൾ ചോദിച്ചു ഇവിടെ ഓക്സിജൻ ഉണ്ടായിട്ടാണോ അമ്മ കറുത്തിരിക്കുന്നതെന്ന് അവളും ചോദിച്ചു. അമ്മായിപ്പൻ എന്തെങ്കിലും പറഞ്ഞു. കൊച്ച് അമ്മായിയപ്പന്റെ കാര്യത്തിലേക്ക് നമുക്ക് വരാൻ വെയിറ്റ് ചെയ്യുക. അതിന് മുമ്പ് നിങ്ങളത് കേട്ടല്ലോ, കൊച്ചു കുഞ്ഞിനെ അതിനെ പോലും ആ സ്ത്രീ വെറുതെ വിട്ടിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ സ്ത്രീ അവരുടെ അസുഖത്തിന്റെ പേരും പറഞ്ഞ് അവർ പുറത്ത് രക്ഷപ്പെട്ടിരിക്കണം, അവരകത്ത് പോകണം. കൊച്ചു കുഞ്ഞിനെയാണ്. പാലായിൽ ഓക്സിജൻ കുറവായതുകൊണ്ടാണെന്ന് കൊച്ചു കറുത്തു പോയത്. ആ തള്ള പറയുക. ഇവരെയൊക്കെ അതും ഒരു പ്രിൻസിപ്പളോ ടീച്ചറോ കണ്ടായിരുന്നു ചുന്ദരി. ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. നല്ല വിദ്യാഭ്യാസം, കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സ്ത്രീയാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവരെയൊക്കെ കല്ലെടുത്ത് എറിയണ്ടേ ഇവരെയൊക്കെ? ഇവരൊന്നും വീടിന് പുറത്തിനും കാണരുത്. ഇവരൊന്നും അനുഭവിക്കുന്നതേ ഉള്ളൂ, അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇനി ആ സ്ത്രീ കണ്ടോ നിങ്ങൾ? അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. എൻ്റെ മനസ്സങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കൊച്ചു കുഞ്ഞിനെ പോലും. ജിസ്മോള് തിരിച്ച് മറുപടി കൊടുത്തു. ഞാൻ അത്ര അല്ലായിരുന്നു ജിസ്മോള് പറയേണ്ടത്, തന്തയ്ക്ക് പറയണമായിരുന്നു ആ പുന്നാരമോളുടെ. അങ്ങനെ തന്നെ വേണം പറയാൻ. പ്രായത്തിന് മേളിലുള്ള ഒരു ഇതൊന്നും എനിക്ക് കൊടുക്കാൻ തോന്നുന്നില്ല അവരോട്. ബഹുമാനമൊക്കെ എന്ത് അതിന് അർഹതയാണോ, ഉണ്ടോ അവക്ക്? ബാക്കി നിങ്ങൾ കേട്ടു. ഇനിയാണ് ടോപ്പ് സാധനം. ഈ ഒരു അമ്മായിയപ്പൻ, ജിസ്മോളുടെ അമ്മായിയപ്പനെ പറ്റി ഒരു കാര്യം പറയുന്നുണ്ട് ഈ ഒരു ജിസ്മോളുടെ അച്ഛൻ. ജിസ്മോളുടെ അമ്മായിയപ്പനെയും ജിസ്മോളെയും വെച്ചൊരു വൃത്തികേട് പുന്നാരമോള് ഈ ഒരു അമ്മായിയമ്മ പറയുന്ന ഒരു സാധനം ഉണ്ട്. ഒന്ന് കേട്ടോ ഇത്. അമ്മായിപ്പൻ എന്തെങ്കിലും പറഞ്ഞു ഇവക്ക് സൈഡ് വല്ലതും പറഞ്ഞാൽ അന്നേരം അമ്മ പറയുന്നത് എന്നാ ചാച്ചനുമായിട്ട് ലൈനായി, ചാച്ചനെ അവൾ വശീകരിക്കുക എന്നൊക്കെ. അപ്പം അവൾ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു. ഞാനത് മൈൻഡ് ചെയ്യലെന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. അപ്പൊ പെൺപിള്ളക്ക് ഈ അടുത്തം കണ്ട ക്യാൻസർ പിടിച്ച, അതിന്റെ മുമ്പ് വരെ അവൾ പറഞ്ഞുകൊണ്ടിരുന്ന വർത്താനം ഇതൊക്കെ. ഒന്ന് ആലോചിക്കൂ. അവരുടെ ഭർത്താവും അവരുടെ മരുമോളും തമ്മിൽ ആണെന്നും
ആ ഒരു വർത്താനം വരെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പെണ്ണുമ്പിള്ള. ആ പെണ്ണുമ്പിള്ള ഒരു രീതിയിലും ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നാട്ടിലെ ഒരു നീതിയുടെയും ഒരു സഹതാപം ആ ഒരു സ്ത്രീ അർഹിക്കുന്നില്ല. അവരും മോൻ്റെ കൂടെ പോയി അകത്ത് കിടക്കണം. ഒരു ഗർഭിണിയായ പെൺകൊച്ചിനെ ഉപദ്രവിച്ച ആ നാറിയുടെ കൂടെ ഈ തള്ളയും പോയി നിൽക്കണം, കിടക്കണം അകത്ത്. കാരണം അവനത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ അങ്ങനെ ആക്കി മാറ്റിയത് ഈ സ്ത്രീ ഒറ്റൊരാളാണ്. എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ എന്താണെങ്കിലും ഈ വീഡിയോ കാണുന്ന 10 പേരാണെങ്കിലും ശരി, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞിട്ട് പോകണം. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. ആ തള്ള അവർ അനുഭവിക്കണം, അവർ അകത്തു പോകണം. ഒരു രീതിയിലുള്ള ഒരു സഹതാപവും അവർ അർഹിക്കുന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ വീണ്ടും പറയുന്നു, എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നു. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.